നടി തൃഷയ്ക്കെതിരായ ദ്വയാർത്ഥ പരാമർശത്തിൽ കസ്റ്റഡിയിലെടുത്ത് ഉദയനിധി സ്റ്റാലിനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. തഞ്ചാവൂർ സിംഗിപ്പെട്ടി പോലീസ് സ്റ്റേഷനിലായിരുന്നു ചോദ്യം ചെയ്യൽ. മുതിർന്ന നേതാക്കൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ഉദയനിധി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. വിമാനമാർഗം ചെന്നൈയിലേക്ക് പോകുന്ന ഉദയനിധി നാളത്തെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇന്ന് ചെന്നൈയിൽ സംഭവിച്ചതെന്തെന്ന് വേഗത്തിൽ പരിശോധിക്കാം. நீங்க இன்ஸ்ட்ரக்ஷன் வாங்கிக்கோங்க. நீங்க கேட்டுட்டு இன்ஸ்ட்ரக்ஷன் உங்களுக்கு இல்லைன்னா நீங்க பண்ணுங்க. പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വാഹനം നേരെ തഞ്ചാവൂരിലേക്ക്. വാഹനം പിന്നീട് സിംഗിപ്പെട്ടി സ്റ്റേഷനിലേക്ക്. സിംഗിപ്പെട്ടി സ്റ്റേഷനിൽ എത്തും മുമ്പ് കോടതിയിൽ സർക്കാരിന്റെ ഉറപ്പ്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാമെന്നും റിമാൻഡിലാക്കാൻ ഉദ്ദേശമില്ലെന്നും. സിംഗിപ്പെട്ടി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതിപക്ഷ നേതാവിന് വലിയ പ്രവർത്തകരുടെ ആവേശോജ്വലമായ സ്വീകരണം. ചെന്നൈയിൽ നിന്ന് എം ജി പ്രതീഷ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. എം ജി പ്രതീഷ്, ഇപ്പോൾ സിംഗിപ്പെട്ടി സ്റ്റേഷനിൽ നിന്ന് അതിനു മുൻപ് ഒരു വാർത്താ സമ്മേളനമുണ്ട്. ആ വാർത്താ സമ്മേളനത്തിലേക്ക് மீண்டும் பேசுவேன். அதுல சில பேர் சொல்லிருக்காங்க நான் நிச்சயமா ஒரே மீண்டும் பேசுவேன். கடந்த கால ஆட்சிகள்ல அரசு எடுத்த தலைவர் ஆதரவாக பேசினதுக்காக இந்த தரங்கட்ட அரசு கைது செஞ்சிருக்கிறாங்க. நான் மீண்டும் சொல்றேன், இந்த கைதுக்கு நான் பயப்பட மாட்டேன். இன்னும் 100 முறை பேசுவேன், மீண்டும் பேசுவேன். அதுல சில பேர் சொல்லியிருக்கிறாங்க நான் இரட்டை அர்த்தத்தில் பேசிட்டேன், டபுள் மீனிங்ல பேசிட்டேன் அப்படின்னு சொல்லியிருக்கிறாங்க. நான் நிச்சயமா டபுள் மீனிங்லாம் பேசவே இல்லை. நான் ஒரே மீனிங்ல தான் பேசினேன், சிங்கிள் மீனிங்ல தான் பேசினேன், மீண்டும் பேசுவேன். கடந்த கால ஆட்சிகள்ல அரசு எடுத்த முயற்சினால, எங்களுடைய தலைவர் எடுத்த முயற்சினால காவிரியில தண்ணீர் திறந்து விடப்பட்டு விவசாயிகளுக்கு தண்ணீர் வந்திருக்கு. இந்த முறை தண்ணீர் வரல. காவிரிக்கு தண்ணீர் வரணும். இதைத்தான் நான் பேசினேன். இதை மீண்டும் மீண்டும் நான் பேசுவேன். எனவே இந்த மாதிரி பொய் வழக்குகளுக்கெல்லாம் பயப்பட போறதில்ல. இது சட்ட ரீதியா சந்திக்க நான் தயாராக இருக்கின்றேன். நான் ஒரு ஆட்சியாவே நான் பாக்கலங்க. இது வந்து ஒரு சர்க்கஸ் கூடார மாதிரி நான் பாக்குறேன். ஒரு பயமுத்தணும், டைவர்ஷன் தான், வேற ஒன்றும் கிடையாது. திமுக சட்டமன்ற உறுப்பினர்களை பார்த்தா அவங்களுக்கு கைது செய்ய தோணும். அதிமுக சட்டமன்ற உறுப்பினரை பார்த்தா எப்படியாவது அவங்கள சோஃபா அனுப்பிச்சு பர்ச்சேஸ் பண்ணணும்னு இந்த அரசு முயற்சிக்குது. 2.5 மாத காலத்துல பலரையும் திமுக சட்டமன்ற உறுப்பினர் இருக்கட்டும், இப்ப எதிர்க்கட்சி தலைவரையே கைது செய்யும் நடவடிக்கையில இந்த அரசு ஈடுபட்டிருக்கு. வரக்கூடிய காலங்களில் உங்களை எப்படி நீங்க அணுக போறீங்க, என்ன செய்ய போறீங்க? இந்த முதலமைச்சருக்கு திமுகவோட வரலாறு தெரியல, தமிழ்நாட்டுடைய வரலாறு தெரியல, தெரியாம இதெல்லாம் பண்ணிட்டு இருக்கிறாரு. மக்கள் இதெல்லாம் பார்த்துட்டு இருக்கிறாங்க. நிச்சயம் மக்கள் இதற்கான பதில தர வேண்டிய நேரத்தில் நிச்சயம் தருவாங்க. முடிச்சுட்டு நாங்கள் சட்டமன்ற உறுப்பினர் அத்தனை பேரும், முக்கிய தலைவர்கள், மூத்த தலைவர்கள் அத்தனை பேரும் எங்களுடைய தலைவரை பார்க்க தலைவருடைய இல்லத்துக்கு செல்கிறோம். தலைவர் எங்களுக்கு தகுந்த அறிவுரையை கூறுவாங்க. நன்றி. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് അറസ്റ്റിൽ താൻ ഭയപ്പെടുന്നില്ലെന്നും കാവേരിയിൽ നിന്ന് ജലം എത്തിക്കേണ്ടിടത്ത് എത്തിക്കണമെന്നുമാണ് താൻ പറഞ്ഞതെന്നുമാണ് പ്രസംഗവേദിയിൽ പറഞ്ഞത്. അതേ വാചകങ്ങൾ ഒരിക്കൽ കൂടി സിംഗിപ്പെട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങി വിമാനമാർഗം ചെന്നൈയിലേക്ക് പോകാനിറങ്ങവേ വിമാനത്താവളത്തിൽ വെച്ച് ഇതാ ഇപ്പോൾ ഒരിക്കൽ കൂടി ഉദയനിധി സ്റ്റാലിൻ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. ഇതുകൊണ്ടൊന്നും താൻ അവസാനിപ്പിക്കില്ല എന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. നാളെ നിയമസഭയിലേക്ക് താനെത്തും. അവിടെ ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. വലിയ ആവേശമാണ് ഉദയനിധി സ്റ്റാലിന് തമിഴകത്ത് DMK പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. നേരത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുമ്പോഴും സിംഗിപ്പെട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോഴും DMK പ്രവർത്തകരുടെ ആവേശം കണ്ടതാണ്. ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. കാവേരിയിൽ നിന്ന് ജലം കിട്ടുന്നതുവരെ താനിത് പറയും എന്നാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ഉദയനിധി സ്റ്റാലിന് വലിയ വരവേൽപ്പും സ്വീകരണവുമാണ് ലഭിക്കുന്നത്. ചെന്നൈയിലേക്ക് പോവുകയാണ്. ചെന്നൈയിൽ വിമാനത്താവളത്തിൽ നിന്നിറങ്ങി നേരെ വീട്ടിലേക്ക് പോകും. ഒരുപക്ഷെ ചെന്നൈയിലും സമാനമായ സ്വീകരണം DMK പ്രവർത്തകർ ഒരുക്കുന്നുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വിമാനത്താവളത്തിൽ നേരെ ചെന്നൈയിലേക്ക് പോവുകയാണ്. തഞ്ചാവൂരിൽ നിന്നും അവിടെ നിന്നും നാളെ നിയമസഭയിലേക്ക് എത്തുകയും ചെയ്യും. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. റിപ്പോർട്ടറിൽ പ്രതീഷ് നമുക്കൊപ്പം ചെന്നൈയിൽ നിന്നും തത്സമയം ചേരുന്നു. പ്രതീഷ ഇപ്പോൾ സെങ്കിപ്പെട്ടി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി വിമാനത്താവളത്തിൽ വെച്ച് നോക്കൂ, ഇത്രയും വലിയ ആവേശമാണ് സെങ്കിപ്പെട്ടി റെയിൽവേ സ്റ്റേഷൻ സെങ്കിപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉദയനിധി സ്റ്റാലിന് ലഭിച്ചിരിക്കുന്നത്. വലിയ ആവേശോജ്വലമായ DMK പ്രവർത്തകർ, ചെറുപ്പക്കാർ വഴിയിലുടനീളം തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച കാണാം. അവിടെ വലിയ സ്വീകരണം ഏറ്റുവാങ്ങുകയാണ് ഉദയനിധി സ്റ്റാലിൻ. പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് ഉദയനിധി സ്റ്റാലിൻ ഒരിക്കൽ കൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു. ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ ചെന്നൈയിലേക്ക് പുറപ്പെടുകയാണ്. നാളെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴും നാടകീയമായ രംഗങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. തമിഴകം രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണോ? പ്രതിപക്ഷ നേതാവിനെ ഉദയനിധി സ്റ്റാലിനെ തൻ്റെ പഴയ സത്യാർത്ഥിൻ കൂടിയായ, തൻ്റെ പഴയ സുഹൃത്തു കൂടിയായ വിജയ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചിരിക്കുന്നു. എന്താണ് തമിഴകത്ത് DMK പ്രവർത്തകർ ചെന്നൈയിലെത്തുമ്പോൾ വലിയ സ്വീകരണം ഒരുക്കിയിട്ടുണ്ടോ? അരുൺകുമാർ, അത്യന്തം നാടകീയതകൾക്കും ട്വിസ്റ്റുകൾക്കുമാണ് തമിഴക രാഷ്ട്രീയം വേദിയാകുന്നത്. കാരണം അപ്രതീക്ഷിത നടപടിയാണ് വിജയ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായത്. ഈ ഉദയനിധി സ്റ്റാലിന്റെ ദ്വയാർത്ഥ പ്രയോഗവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയാണ് നീലാങ്കരയിലെ വീട്ടിലെത്തി ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ പ്രവർത്തകരുടെ പ്രതിഷേധം അണപൊട്ടി. പലയിടങ്ങളിലും പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ തഞ്ചാവൂരിലേക്ക് പോകും വഴി ഉൾപ്പെടെ ഈ വാഹനം തടഞ്ഞുകൊണ്ട് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. പിന്നീട് തഞ്ചാവൂരിൽ എത്തിക്കുമെന്നായിരുന്നു ആദ്യം പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് തഞ്ചാവൂരിന് 20 കിലോമീറ്റർ മുമ്പ് സെങ്കപ്പട്ടി പോലീസ് സ്റ്റേഷനിലാണ് ഈ ഉദയനിധി സ്റ്റാലിനെ എത്തിച്ചത്. അവിടെയും ചില നാടകീയതകൾ ഉണ്ടായി. കാരണം ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് തഞ്ചാവൂർ സ്റ്റേഷനിൽ എത്തിക്കുമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ ആദ്യഘട്ടത്തിൽ ഉദയനിധി സ്റ്റാലിൻ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് ഈ പോലീസ് ഉൾപ്പെടെ സംസാരിച്ച് അവിടെ എത്തുകയും ഏകദേശം 1 മണിക്കൂറാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഉദയനിധി സ്റ്റാലിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പ്രവർത്തകർ ആവേശത്തോടു കൂടിയാണ് ഉദയനിധി സ്റ്റാലിനെ വരവേറ്റത്. ഉദയനിധി സ്റ്റാലിൻ സ്റ്റേഷനകത്തുള്ളപ്പോൾ പുറത്ത് പടക്കം പൊട്ടിച്ചായിരുന്നു പ്രവർത്തകർ ആവേശം തീർത്തത്. വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഈ അറസ്റ്റ് വരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. ദ്വയാർത്ഥ പ്രയോഗം ഒരിക്കലും നടത്തിയിട്ടില്ല. സ്ത്രീകളെ ആദരിക്കുന്ന വ്യക്തിയാണ് താൻ എന്നതടക്കമുള്ള പ്രതികരണമാണ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയത്. മാത്രമല്ല, വിജയ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് പ്രതികാര നടപടിയാണ്. ഭയപ്പെടുത്താനാണ് ഈ അറസ്റ്റ് കൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനെ അംഗീകരിക്കില്ല എന്ന് കൂടിയാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ തഞ്ചാവൂരിൽ നിന്ന് ഉദയനിധി സ്റ്റാലിൻ ചെന്നൈയിലെത്തും. നാളെ വിജയ് സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് ദിവസമാണ്. നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന്റെ തലേ ദിവസം നാടകീയമായാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് നടപടികളിലേക്ക് കൂടി സർക്കാർ കടന്നത്. ഇതിൽ TVK പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, സ്ത്രീകൾക്കെതിരെ നടത്തുന്ന ഒരു പദപ്രയോഗങ്ങളെയും അംഗീകരിക്കില്ല. അത് പ്രതിപക്ഷ നേതാവായാൽ പോലും ഇത്തരമൊരു നടപടിയായിരിക്കും സ്വീകരിക്കുക. അതിന്റെ ഒരു സന്ദേശം കൂടിയാണ് ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റ് എന്ന വാദമാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ അറസ്റ്റിനെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം തീർത്തുകൊണ്ടാണ് DMK പ്രതിരോധിച്ചിട്ടുള്ളത്. നാളെ നിയമസഭാ സമ്മേളനം ചേരുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം നിയമസഭയിൽ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് DMK ആസ്ഥാനത്ത് ഉൾപ്പെടെ പ്രവർത്തകർ എത്തി വലിയ പ്രതിഷേധം തീർത്തിരുന്നു. പക്ഷേ ഈ പ്രതിഷേധം അണപൊട്ടുമെന്ന ഒരു സാഹചര്യം മുന്നിൽ കൂടി കണ്ടുകൊണ്ടാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ ഉദയനിധി സ്റ്റാലിനെ വിട്ടയച്ചത്. ഈ ഹൈക്കോടതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകുന്നില്ല, ചോദ്യം ചെയ്യാൻ മാത്രമാണ് കസ്റ്റഡിയിലെടുത്തത് എന്നുള്ള വിശദീകരണമാണ് സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ നടത്തിയത്. അങ്ങനെ ഇന്ന് തന്നെ ഹൈക്കോടതി ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കണമെന്ന നിർദ്ദേശം നൽകുകയായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവിടെ സെങ്കപ്പെട്ട പോലീസ് സ്റ്റേഷനിലെത്തി 1 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെ പ്രതീക്ഷിച്ചാലും എയർപോർട്ടിലേക്ക് മൂവ് ചെയ്തോളൂ. എയർപോർട്ടിൽ ഒരുപക്ഷെ വിമാനത്തിൽ വന്നിറങ്ങുന്ന ഉദയനിധി സ്റ്റാലിന് വലിയ സ്വീകരണം DMK പ്രവർത്തകർ ചെന്നൈ വിമാനത്താവളത്തിൽ ഒരുക്കാൻ സാധ്യതയുണ്ട്. നമുക്കതിന്റെ ദൃശ്യങ്ങൾ കൂടി തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.